ഈ ദജ്ജാലുമായി ബന്ധപ്പെട്ട അവനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലേറ്റവും ആദ്യമായി നാം പരിചയപ്പെടേണ്ടത് ഈ പരീക്ഷണത്തിൻ്റെ ഈ അസ്തിത്വത്തിൻ്റെ പേര് തന്നെയാണ്. ദജ്ജാലിൻ്റെ ശരിക്കുള്ള പേര് അൽ മസീഹുദ് ദജ്ജാൽ, അൽ മസീഹ് അദ്ദജ്ജാൽ, അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത്. അൽ മസീഹു അദ്ദജ്ജാൽ, അതാണ് അവൻ്റെ ഇസ്മ്. എന്താണ് അതിനുള്ള തെളിവ്? അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു മിൻ അദാബിൽ ഖബ്ർ വഅദാബിൻ നാർ വഫിത്നത്തിൽ മഹ്യ വൽ മമാത് വശർരിൽ മസീഹിദ് ദജ്ജാൽ. അള്ളാഹുവിൻ്റെ പ്രവാചകന് രക്ഷ തേടാറുണ്ടായിരുന്നു ഖബറിലെ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും, മസീഹുദ് ദജ്ജാലിൻ്റെ ഷർറിൽ നിന്നും. അപ്പോൾ ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മസീഹുദ് ദജ്ജാലിൽ നിന്ന് രക്ഷ തേടിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ മസീഹ് അദ്ദജ്ജാൽ എന്തുകൊണ്ടാണ് ആ പേര് ലഭിച്ചിട്ടുള്ളത്? അതും പഠനാർഹമായ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. നമുക്കതിലെ ഓരോ ഭാഗവും കൃത്യമായി പഠിക്കാം. ഒന്ന്, അൽ മസീഹ്. മസീഹ് എന്നത് മസഹ യംസഹു മസ്ഹൻ, മസഹ എന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. മസഹ മസഹ എന്നതിന് തലോടുക എന്നും തുടച്ചു നീക്കുക എന്നും നീക്കം ചെയ്യുക എന്നും അഭിഷേകം ചെയ്യുക എന്നുമൊക്കെ മസീഹിന് അർത്ഥമുണ്ട്. മസഹ എന്ന വേർഡിന് അർത്ഥമുണ്ട്. മസഹ എന്ന വേർഡിന് തുടച്ചു നീക്കുക, തലോടുക, ആശ്വാസം നൽകുക, നീക്കം ചെയ്യുക, എടുത്തു കളയുക, അഭിഷേകം ചെയ്യുക. അതോടൊപ്പം ചില അർത്ഥങ്ങളിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നും അർത്ഥമുണ്ട്. ശരി, എങ്കിൽ അതിൻ്റെ ഫഈൽ വസ്നാണ് മസീഹ് എന്നത്, മഫ്ഊലായ മസീഹ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉലമാക്കൾ പറഞ്ഞു, തുടച്ചു നീക്കപ്പെട്ടവൻ, നീക്കം ചെയ്യപ്പെട്ടവൻ, അല്ലെങ്കിൽ തിന്മകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അഭിഷേകം ചെയ്യുക എന്നൊരർത്ഥം അതിനുണ്ട്. തിന്മകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെട്ടവൻ. എന്ത് തുടച്ചു നീക്കപ്പെട്ടു? ഉലമാക്കൾ പറഞ്ഞു, വസുമ്മിയത് ദജ്ജാലു മസീഹൻ ലിഅന്ന ഇഹ്ദാ ഐനൈഹി മംസൂഹ. ദജ്ജാൽ മസീഹെന്ന് നാമകരണം ചെയ്യപ്പെട്ടത് അവൻ്റെ 2 കണ്ണുകളിൽ ഒന്നിൻ്റെ കാഴ്ച പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടതാണ്. അതിനുള്ള തെളിവായി അവർ പറയുന്നത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദജ്ജാലു മംസൂഹുൽ ഐൻ. ദജ്ജാൽ മംസൂഹുൽ ഐനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകളിൽ ഒന്ന് അതിൻ്റെ പ്രകാശം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു കണ്ണാണ് യഥാർത്ഥത്തിലുള്ളത്. അത് തന്നെ അതിന് പോരായ്മകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അതുകൊണ്ട് കണ്ണ് അതിൻ്റെ പ്രകാശം നീക്കം ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അവനെ മസീഹ് എന്ന് വിളിക്കുന്നു. അതേ സന്ദർഭത്തിൽ സാഹ യസീഹു സൈഹൻ വസിയാഹ, അതിൽ നിന്നാണ് മസീഹ് വന്നത് എന്ന് പറയുന്നു. സാഹ എന്ന് പറഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നാണ്. കാരണം സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യസീഹു ഫിൽ അർളി 40 യൗമ, 40 ദിവസം അവൻ ഭൂമിയിലുടനീളം സഞ്ചരിക്കുന്നതാണ്. ഭൂമിയിലുടനീളം സഞ്ചരിക്കും. അപ്പോൾ 40 ദിവസം ഭൂമിയിലുടനീളം സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മസീഹ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. അവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നീക്കം ചെയ്യപ്പെട്ടതിനാൽ അവൻ മസീഹ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ അറബി ഭാഷയിൽ മസീഹ് എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന് മറ്റൊന്നിന് തീർത്തും വിപരീതമാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, അറബി ഭാഷയിൽ പല വേർഡുകളും
നേരെ ഓപ്പോസിറ്റ് അർത്ഥമുള്ള വേർഡുകളായി ഉപയോഗിക്കപ്പെടുന്നതാണ്. അത് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലോകം കണ്ട പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽ ശ്രദ്ധേയനായ മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അറിയപ്പെടുന്നത് മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ ഈസ, അതാണ് മസീഹ് ഈസ ഇബ്നു മറിയം. ഈസാ നബിയുടെ വിശേഷണമാണ് മസീഹ്. അപ്പോൾ ദജ്ജാലിനും മസീഹ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? തീർച്ചയായും നമുക്കറിയാം, അറബി ഭാഷയുടെ പ്രത്യേകതയാണത്. മസീഹ് എന്നത് അറബികൾ രണ്ട് നിലക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, മോശക്കാരനായ ഒരാൾക്ക് മസീഹ് എന്ന് പറയും. മറ്റൊന്ന്, അതിന് നേരെ ഓപ്പോസിറ്റായി ഏറ്റവും നന്മ ചെയ്യുന്ന ആൾക്കും മസീഹ് എന്ന് പറയും. അതുകൊണ്ടാണ് ഹാദിഹി ലഫ്ള തുത്ലഖു അല സിദ്ദീഖ്, സത്യസന്ധനായ നന്മ നിറഞ്ഞ ആൾക്കും മസീഹ് എന്ന് പറയും. വഅല ദലീലിൽ കദ്ദാബ്, പെരും നുണയനായ വഴിപിഴപ്പിക്കുന്ന ആൾക്കും മസീഹ് എന്ന് പറയും. തീർച്ചയായും ദജ്ജാലിൻ്റെ സിഫത്തുകൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാം, അവനൊരു ഫിത്നയാണ്, അവൻ സത്യനിഷേധിയാണ്, അവൻ എല്ലാ അർത്ഥത്തിലും ധിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നല്ലവൻ എന്ന അർത്ഥമല്ല മസീഹ് എന്ന് പറയുമ്പോൾ ദജ്ജാലിനെ കുറിച്ച് ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെയോ അദ്ദലീലുൽ കദ്ദാബ്, സ്വയം പിഴച്ചവനും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനും പെരും നുണയനുമായിട്ടുള്ളവൻ എന്നാണ് മസീഹുദ് ദജ്ജാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ തിന്മകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് അവിടെ മസീഹ്. എന്നാൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയോ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മസീഹ് എന്ന് പറഞ്ഞത് മസഹ, അദ്ദേഹം തലോടുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ ആ അർത്ഥമാണ്. ജനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ആശ്വാസം നൽകിക്കൊണ്ട് നിലകൊണ്ടു. മാത്രമല്ല, വെള്ളപ്പാണ്ടുള്ള ആളുകളെയും കുഷ്ഠരോഗികളെയും കണ്ണ് കാണാത്തവരെയുമെല്ലാം അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് തടവി സുഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മുഅ്ജിസാത്തുകളാണതൊക്കെ. ആ മുഅ്ജിസാത്തിൻ്റെ ഭാഗമായി കൊണ്ട് അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തി. രോഗികളെ തലോടിയാൽ അവരുടെ വെള്ളപ്പാണ്ട് മാറി, അവരുടെ കുഷ്ഠരോഗം മാറി, അതേപോലെയുള്ള രോഗങ്ങൾ മാറിയിരുന്നു എന്ന് മാത്രമല്ല, മരിച്ചവരെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദപ്രകാരം അദ്ദേഹം ജീവിപ്പിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മസീഹുദ് ദജ്ജാലിന് നേരെ ഓപ്പോസിറ്റാണ് മസീഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും നന്മയുടെ വക്താവായി കൊണ്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല മുഅ്ജിസാത്തുകളും വെളിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് പരീക്ഷണം എന്നുള്ള നിലക്ക് മസീഹുദ് ദജ്ജാലും ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരാളെ മരിപ്പിക്കും, എന്നിട്ട് ജീവിപ്പിക്കും. അതേപോലെ തന്നെ പലരുടെയും അസുഖങ്ങൾ മാറ്റും, മഴ വർഷിപ്പിക്കും. ഇങ്ങനെ തുടങ്ങി പല അത്ഭുതങ്ങളും അവനും കാണിക്കും. പക്ഷേ അവനത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അത് ചെയ്തത് എന്തിനാണ്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ട് മസീഹുകളും വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഹിക്മത്ത് പ്രകാരം ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി വരുന്നത് മസീഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയായിരിക്കും. ദജ്ജാൽ ഇവിടെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് മസീഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഇവിടെ അവതരിക്കുമെന്നത് മുതവാത്തിറായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെയും സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ തിന്മയുടെ പ്രതീകമായ ദജ്ജാലിനെ നന്മയുടെ പ്രതീകമായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ മസീഹ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വിപരീതമായ അർത്ഥമുണ്ട്. അതിൽ ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോൾ മസീഹ് എന്ന് പറഞ്ഞാൽ തിന്മ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനും ഒരു കണ്ണ് അതിൻ്റെ പ്രകാശം നീക്കം ചെയ്യപ്പെട്ടവനും എന്നെല്ലാമുള്ള അർത്ഥമാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക.